ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു പുതിയ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇന്ന് നമ്മൾ പളനിക്ക് പോവുകയാണ്. പാച്ചുവിൻ്റെ മൊട്ടടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം രാത്രി 12 മണിയാകുന്നു. നമ്മൾ ഒരു 1:30 അല്ലെങ്കിൽ 1 മണി ഒക്കെ ആകുമ്പോൾ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഞാനിപ്പോൾ പാച്ചുവിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും അപ്പു, സബി, ഉണ്ണിച്ചേട്ടനും, ഷാർണി ചേച്ചിയും പാച്ചുവാണ്. നമ്മൾ ഇത്രയും പേരാണ് കേട്ടോ. കാറിനാണ് പോകുന്നത്. വാഗണർ കാറിലാണ് കേട്ടോ പോകുന്നത്. അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പാച്ചുമായിട്ട് ഇങ്ങനെ ലോങ് ട്രിപ്പ് പോകുന്നത്. ഇതിനു മുന്നേ അങ്ങനെ ട്രിപ്പായിട്ട് പോയിട്ടില്ല നമ്മളെങ്ങും. ഫസ്റ്റ് ടൈമാണ് അവനായിട്ട് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പാച്ചു പിന്നെ എൻ്റെ എല്ലാം വ്ളോഗിലും അവനൊരു കണ്ടൻറ്റാണ്. അതുമാത്രമല്ല അവനെല്ലാ വീഡിയോയിലും ഞാൻ എല്ലാ ഷോർട്സിലും അവൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഇടാറുണ്ട്. അപ്പം അതുകൊണ്ട് അവൻ്റെ മൊട്ടടിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ പളനിക്കാണ് പോകുന്നത്. 1 മാസം മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്തതാണ് കേട്ടോ പളനിക്ക് പോയി മൊട്ട അടിക്കണമെന്ന്. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ സമയമായിട്ടുള്ളത്. നമ്മൾ പളനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ 1 മണിയായി. അപ്പോൾ കാറിൽ നമ്മൾ ലഗേജൊക്കെ എടുത്ത് വെക്കുവാണ് കേട്ടോ. അങ്ങനെ എല്ലാവരോടും ടാറ്റ പറഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളേ. രാവിലെ 6 മണിയായി കേട്ടോ. ഞാനും ഷർണി ചേച്ചിയും സബിയും കൂടി നല്ല ഉറക്കമായിരുന്നു. പാച്ചു ഇതുവരെ എണീറ്റില്ല കേട്ടോ. അവൻ നല്ല ഉറക്കമാണ്. നമ്മൾ എണീറ്റ് വന്നപ്പോൾ തന്നെ നല്ല രസമുണ്ട്. നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ തമിഴ്നാട് കാണാനായിട്ട്. ഇതിന് മുന്നത്തെ പ്രാവശ്യം നമ്മൾ പളനിക്ക് പോയായിരുന്നു. അപ്പൂവിന് തല മൊട്ടയടിക്കാനായിട്ട് കഴിഞ്ഞ വർഷം നമ്മളിങ്ങനെ പോയപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ഉറക്കമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ സ്ഥലങ്ങളൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. ഇത് ഒറ്റ വഴി ആയതുകൊണ്ട് അത്യാവശ്യം കാണാനായിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ സെക്കൻഡ് പ്രാവശ്യം പളനിക്ക് പോകുന്നതുകൊണ്ട് ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് പാച്ചുവിനെയും കൊണ്ട് പോകുന്നതുകൊണ്ട് ഒന്നും കൂടെ സന്തോഷം. 1 മാസം മുമ്പേ നമ്മൾ പളനിക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ പോകാനായിട്ട് ഇരുന്നത് ട്രെയിനിനാണ്. ട്രെയിൻ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ സീറ്റൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്നായിരുന്നു കാറിന് പോകാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തത്. പളനിക്ക് മാത്രമല്ല നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. തിരിച്ചു വരുമ്പോൾ നമുക്ക് വാഗമണ്ണൊക്കെ കയറി വരാം എന്ന് പ്ലാൻ ചെയ്തതുകൊണ്ടാണ് നമുക്ക് കാറ് ഒന്നും കൂടി നമ്മൾ കാറിന് പോകാനായിട്ട് പ്ലാൻ ചെയ്തത് കേട്ടോ. പാച്ചുവിൻ്റെ ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനെ മൊട്ട അടിക്കുന്നതുകൊണ്ട് അവൻ ഇനി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇനി അവിടെ ചെന്നിട്ടേ അറിയത്തുള്ളൂ അവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന്. നമ്മൾ നൈറ്റ് വണ്ടിയായിട്ട് ഇറങ്ങിയതാണ്. ഇതുവരെ നമ്മൾ എങ്ങോ നിർത്തി കാപ്പി കുടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ വണ്ടി എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് വേണം ഇനിയിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനൊക്കെ പറ്റത്തുള്ളൂ. നമ്മൾ കോഫിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലാസ്കിൽ. കോഫിയും പിന്നെ രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ വീട്ടിൽ നിന്നേ ഉണ്ടാക്കിക്കൊണ്ടാണ് രാത്രി ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ വന്നത്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് വേണം രാവിലത്തെ ഫുഡൊക്കെ ഇനിയിപ്പോൾ കഴിക്കാനായിട്ട്. ഗായ്സ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയേക്കുവാണ് കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് നമുക്കറിയില്ല. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഏകദേശം 7 മണിയായി. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം നമ്മൾ ചപ്പാത്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് കേട്ടോ ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്. മുട്ട പുന്നു ചപ്പാത്തിയും പൊട്ടാറ്റോ കറി ആയിരുന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പാച്ചു ഉറക്കത്തിൽ നിന്ന് എണീറ്റിരിക്കുന്നതുകൊണ്ട് ആൾ ചിരിയും കളിയൊന്നുമില്ല. ഇങ്ങനെ എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. വണ്ടി ഇവിടെ നിന്ന് എടുത്ത് കേട്ടോ. ഇനി നേരെ പളനിയിലോട്ട്. ഹേ ഗായ്സ്, അപ്പോൾ ഫൈനലി നമ്മൾ പളനിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ നമ്മൾ കാറ് പാർക്ക് ചെയ്തേക്കുന്നത്, ഈ ഒരു വലിയ ഗ്രൗണ്ടിൽ. ഇനിയിപ്പം നമുക്ക് റൂം എടുക്കണം.
ഇനിയിപ്പം റൂം എവിടെയാണെന്ന് അറിയില്ല ഗായ്സ്. അപ്പോൾ നമ്മൾ പളനിയിലെത്തി. നമ്മളത് കാറ് അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു റൂം എടുത്തേക്ക്. നമ്മൾ നേരത്തെ നിന്ന റൂമല്ല, നമ്മൾ നേരത്തെ പളനിക്ക് വന്നപ്പോൾ വേറെ സ്ഥലത്തായിരുന്നു റൂം. ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന റൂം വേറെയാണ് കേട്ടോ. ഇവിടെ 1500 രൂപയാണ് എ സി റൂമാണ് എടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ അകത്ത് കയറുവാണേ. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. കഴിഞ്ഞ വർഷം നമ്മൾ പളനിക്ക് വന്നപ്പോൾ ഇവിടെയല്ല നമ്മൾ റൂം എടുത്തത്, അത് വേറെ ഒരു സ്ഥലത്താണ് കേട്ടോ റൂം എടുത്തത്. പക്ഷേ ഇവിടെ നമ്മൾ റൂമിന് എ സി റൂമിന് 1500 രൂപയാണ്. നമ്മൾ എ സി ആണ് കേട്ടോ എടുത്തത്. ഇവിടെ നല്ല ചൂടുണ്ട്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. നമുക്ക് റൂമിലോട്ട് കയറാം കേട്ടോ. ഇതിൻ്റെ താഴെ തന്നെ വരുന്നതാണ് കേട്ടോ റൂം. മേലോട്ട് പോകേണ്ട ആവശ്യമില്ല, താഴെ തന്നെ. ഇതാണ് കേട്ടോ റൂം. ഇതാണ് റൂം. പൊന്ന ഞാൻ കരുതി ഇതാണ് റൂം. നമ്മളെല്ലാരും ഈ ചെറിയൊരു ബെഡില് ഇത്രയും പേര് ഉറങ്ങാനുള്ളത്. എ സി ഓണാക്കി മുട്ടക്കുഞ്ഞ മുട്ടയാണോ? ഗായ്സ്, അപ്പോൾ ദേ പാച്ചുവിൻ്റെ മുട്ട അടിക്കാനായിട്ട് നമ്മൾ നടക്കുവാണ്. റൂം പുറകിലാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മളിപ്പോൾ ഇറങ്ങി നടക്കുക. ഇപ്പോൾ സമയം ഇപ്പോൾ 3:30 അവന് മുട്ട അടിച്ചിട്ട് നമ്മൾ തിരിച്ച് റൂമിൽ വന്ന് എല്ലാവരും റെഡി ആയിട്ടാണ് പിന്നെ നമ്മൾ പളനിക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. എന്ന് നമുക്കിവിടുന്ന് കാണാം. അതാണ് പളനി വരുന്നത്. ഇനിയിപ്പോൾ അവന് മുട്ടയൊക്കെ അടിച്ചിട്ട് കാണിക്കാം. ഫുഡൊന്നും ഇതുവരെ നമ്മൾ ആരും കഴിച്ചിട്ടില്ല കേട്ടോ. രാവിലെ നമ്മൾ അവിടെ വണ്ടി നിർത്തി ചപ്പാത്തി കഴിച്ചതേ ഉള്ളൂ. നമ്മൾ വേറെ ഒന്നും ഫുഡ് കഴിച്ചിട്ടില്ല. നമ്മൾ വന്നോണ്ട് ഉറങ്ങി. എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ 2 മണി 3 മണിയൊക്കെ ആയപ്പോഴാണ് എല്ലാവരും എന്നിട്ട് ഫ്രഷ് ആയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പോൾ അതേ 3:30 ആയപ്പോൾ നമ്മൾ മുട്ട അടിക്കാനായിട്ട് പോവുക. നമുക്ക് പോയിട്ട് കാണിക്കാം. നമ്മളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ അടുത്താണ് മുട്ട അടിക്കുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ ഉണ്ണിച്ചാട്ടനും എല്ലാം ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇവിടെ എവിടെയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. നടന്നു പോകാം. കഴിഞ്ഞ വർഷം അപ്പുമായിട്ട് മുട്ട അടിക്കാൻ വന്നപ്പോൾ റിസപ്ഷനിൽ നിന്ന് ചേട്ടൻ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരുമായിരുന്നു കേട്ടോ. നമ്മൾ പുറത്തെങ്ങും പോയില്ല. നമ്മുടെ റൂമിൽ തന്നെ വന്ന് അപ്പുവിന് മുട്ട അടിച്ച് കൊടുക്കുമായിരുന്നു. നമ്മൾ പൈസ ഒക്കെ ആ ടൈമിൽ 100-200 വെച്ച് കൊടുത്തായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ പാച്ചുമായിട്ട് പോകുന്നത് ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. നമ്മൾ അങ്ങോട്ട് പോയാണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെ നിന്ന് അടുത്താണ്. ഇവിടെ ഇഷ്ടംപോലെ കടകളും എല്ലാം ഉണ്ട്. നമുക്ക് ഇനി അങ്ങോട്ട് പോയിട്ട് അവനെ മുട്ട അടിക്കുന്നത് നമുക്ക് കാണാം. നമ്മുടെ അവരും മുടി വെട്ടി കേട്ടോ. അവിടെ മുട്ട അടിച്ചിട്ടുണ്ട്.
ഇതിന്റെ അകത്തുകൂടി കയറി പോകണമായിരിക്കും, നോക്കാം. ഇവിടെയാണ് മുട്ട അടിക്കുന്നത് പറഞ്ഞ. പാച്ചുവിന്റെ ഫോട്ടോയാണ് കേട്ടോ. പാച്ചു ചിരിച്ച് കാണിക്കുന്നത്. ബിഫോർ, നമുക്ക് ആഫ്റ്ററും കൂടി കാണാം. ഇങ്ങോട്ട് മുട്ട അടിക്കാൻ പോവാ പൊന്നിന്റെ. വീഡിയോ എടുക്കാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത് മുട്ടയടിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു നമുക്ക് വീഡിയോ എടുക്കണം, നമുക്ക് കാണാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുവാണ് കേട്ടോ. Mata baju. Mata baju. അവിടെ നിന്ന് ഒരു സിഗ്നൽ വന്നു. നമ്മൾ പോയി മഞ്ഞൾ അതൊക്കെ മേടിക്കുക അവന്റെ തലയിൽ തേക്കാൻ. എന്നാ മഞ്ഞൾപ്പൊടിയോ നമ്മൾ തന്നെ സുന്ദരം പാച്ചു. ശരിക്കൊന്നും പോയില്ല. ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യും. മൊത്തം അപ്ലോഡ് എലി പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഓടാൻ പറ്റിയിരിക്കണം.
ശർക്കര വെള്ളം വെച്ച് കലക്കിയത് തകലം. മൊത്തത്തിൽ ഇങ്ങനെ ഉണങ്ങിക്കോളും. എന്ത് കൈയൊക്കെ ഇട്ടാ ചെയ്യുന്നത്? എത്ര കൈയുണ്ട്? ഇവിടെ ഫ്രണ്ട് നെറ്റിയുടെ അവിടെ. ആ മതി. നമ്മളെ ഉടുപ്പാലത്തേക്കല്ലേ തിന്നുന്നല്ലത് തിന്നാൻ ആ മതി. പളനിമോട്ട 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 പളനിമോട്ട. ഗായ്സ്, അപ്പോൾ നമ്മൾ പോവാണ്. ഫോൺ റൂമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അമ്പലത്തിൽ കയറുന്നത്. മുട്ടയൊക്കെ അടിച്ചു പാച്ചുവിന്. നമ്മൾ അമ്പലത്തിൽ കയറിയിട്ട് എല്ലാവരും നമ്മൾ ഇപ്പോൾ സമയം എത്രയായി? 5 മണി ഏകദേശം ആകാറായി. എന്നിട്ട് നമ്മൾ പോയിട്ട് തിരിച്ച് നമ്മൾ കഴിച്ചിട്ടൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പം പോയി തരാം. ചേട്ടാ നമ്മൾ ഫോൺ എടുത്ത് അവിടെ ചെക്ക് ചെയ്തില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഫോൺ എടുത്തു കേട്ടോ. ഇനി ഫുഡ് കഴിച്ചിട്ട് കയറത്തുള്ളൂ. പാച്ചു സബി പുറകെ വരുന്നുണ്ട്. രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വഴി നിന്ന് ഫുഡ് കഴിച്ചതേ ഉള്ളൂ. പിന്നെ റൂമിൽ വന്നിട്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല. നമ്മൾ എല്ലാവരും കയറി ക്ഷീണം കാരണം കിടന്നു. പിന്നെ വൈകുന്നേരം അവന് മുട്ട അടിക്കാനായിട്ട് പോകാൻ നേരം ആയപ്പോഴാണ് എല്ലാവരും എണീറ്റ് കുളിച്ച് റെഡിയായത്. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മളൊരു ഹോട്ടലിൽ കണ്ടപ്പോൾ അങ്ങ് കയറിയതാണ് കേട്ടോ. അമ്പലത്തിൽ പോകുന്ന മുന്നേ നമ്മളെല്ലാവരും ഇഡ്ഡലി ദോശയൊക്കെയാണ് കേട്ടോ മേടിച്ച് കഴിച്ചത്. പൊടിദോശയാണ് ഓർഡർ ചെയ്തത് രണ്ടാമത്. ഇഡ്ഡലി നല്ലായിരുന്നു കേട്ടോ. ഇഡ്ഡലിയും സാമ്പാറൊക്കെ നല്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന് മുന്നത്തെ പ്രാവശ്യം അപ്പമൊക്കെ ആയിട്ട് വന്നപ്പം അവിടുത്തെ ഫുഡ് കൊള്ളത്തില്ലായിരുന്നു. വേറെ ഒരു കടയിലാണ് കേട്ടോ കയറിയത്. പക്ഷേ ഫുഡ് അത്രയും നല്ലതല്ലായിരുന്നു. ദോശയൊന്നും അത്രയും ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു ദോശയും ഇഡ്ഡലിയൊക്കെ നല്ല രുചിയുണ്ടായിരുന്നു. സാമ്പാറൊക്കെ ആണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഫുഡാണ്, ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാത്തിനും. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നടക്കുവാണല്ലേ പൊന്ന പൊന്നെ മുട്ടപ്പൊന്നെ മുട്ടപ്പൊന്ന അപ്പ മുട്ടപ്പൊന്ന വണ്ടി മുട്ടപ്പൊന്ന അപ്പടെ മുട്ടപ്പൊന്ന. ഞങ്ങളെ പളനിക്ക് പോവാ. പളനിയപ്പ മുരുകനപ്പ. ഗായ്സ്, ആ കാണുന്നതാണ് കേട്ടോ മല, പളനി മല ആണോ? നമ്മൾ അങ്ങോട്ട് നടക്കണം. ഈ വെള്ള ഷർട്ട് ഇട്ട ചേട്ടനെ നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മുടെ അടുത്ത് ഓടി വന്നിട്ട് ഈ പയ്യന്റെ മുട്ട അടിച്ചത് എവിടെയാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഓടി നമ്മുടെ അടുത്ത് വന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മൈൻഡ് ചെയ്തില്ല. പിന്നെ നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഇതെവിടെയാ, ഇതിന്റെ റെസിപ്റ്റ് എവിടെയോ, കൊച്ചിന്റെ മുട്ട അടിച്ചത് എവിടെയാന്നൊക്കെ നമ്മളോട് ഓടി വന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളിവിടെ അടുത്ത് തന്നെയാണ് മുട്ട അടിപ്പിച്ചതെന്ന് പറഞ്ഞപ്പം അതിന്റെ റെസിപ്റ്റ് കാണിക്കാൻ പറഞ്ഞു. നമ്മൾ അതും കാണിച്ചു. അത് കാണിച്ചു കഴിഞ്ഞിട്ട് പറയാം 5 പൈസ തരണ്ട, നിങ്ങൾ ജസ്റ്റ് എൻ്റെ അടുത്ത് വാന്ന് പറഞ്ഞിട്ട് ഈ കടയിലോട്ട് നമ്മൾ കൊണ്ടുവന്നു. ഈ കടയിലോട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുറേ പൂജകളുടെ സാധനം എടുത്തിട്ട് പറയാം
700 രൂപ എടുക്കാൻ. 700 രൂപ എടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ പൈസ കൊടുത്തു. ഇതിപ്പോൾ ഇതൊക്കെ വിശ്വസിക്കണോ ഒന്നും നമുക്കറിയത്തില്ല, ഇതുള്ളതാണോ. കഴിഞ്ഞ വർഷം ഇതേപോലെ അപ്പുവൊക്കെ ആയിട്ട് നമ്മൾ വന്നപ്പോൾ ഇതേപോലെ കുടുംബ പൂജയാന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് 1000 രൂപ മേടിച്ച് അവിടെ ഓൾറെഡി അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇങ്ങനെ പുറത്തുനിന്ന് ഒരു പൂജ അലോഡല്ല, കുറേ ഫ്രോഡുകളും ഇങ്ങനെ ഉണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് ഫ്രോഡായിരുന്നു എന്ന്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ പുള്ളി 5 പൈസ തരണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം മേടിപ്പിച്ച് ലാസ്റ്റ് 700 രൂപ തരാൻ പറഞ്ഞു. നമ്മളിതേ പളനിക്ക് പോയിട്ട് നമ്മൾ ഇറങ്ങി വന്ന് സമയം ഇപ്പോൾ 8:15 നമ്മളിപ്പോൾ വന്നു കേട്ടോ. താഴോട്ട് ഇറങ്ങി വന്നേ ഉള്ളൂ. ഫോൺ ഇവിടെ കൊടുത്തേക്കുമായിരുന്നു കൗണ്ടറിൽ. ഫോൺ മേടിച്ചു, നമ്മൾ തൊഴുതു എല്ലാവരും. ഇനിയിപ്പം ഫുഡ് കഴിക്കുന്നില്ല, നമ്മൾ പോകാൻ നേരം എപ്പോഴാണ് ഫുഡ് കഴിച്ചത്, വിശക്കുന്നില്ല ആർക്കും. ഇനിയിപ്പം റൂമിലോട്ട് ചെല്ലട്ടെ, ഇനി നടന്നു പോകണം റൂമിലോട്ട്. പാച്ചുവിന് തൊപ്പി മേടിക്കാനായിട്ട് നമ്മൾ ഒരു കട കയറി കേട്ടോ. അതിൻ്റെ വാതിക്കൽ തന്നെ ഉള്ള ഒരു കടയാണ്. പാച്ചു പാച്ചു തലയിലൊക്കെ മുട്ട മുട്ട പാച്ചു മുട്ട ഫ്രഷ് ലൈം വെള്ളം കുടിക്കാം. നമ്മള് ജ്യൂസ് കുടിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. 2-3 കട കയറി, ജ്യൂസൊന്നും ഇല്ല, കാപ്പിയൊക്കെ ഉള്ളു. പിന്നെ പാച്ചുണ്ട്. ഓറഞ്ച് കണ്ടിട്ട് ബോളെന്ന് ഇരുന്ന് പറയുന്നുണ്ട്. അല്ല പന ഗായ്സ്, ഇനി നമ്മൾ നൈറ്റ് വേറെ ഒന്നും കഴിക്കുന്നില്ല. ഈ ജ്യൂസ് കുടിച്ചിട്ട് ഇനി നേരെ നമ്മൾ റൂമിലോട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ നാളെ രാവിലെ വെളുപ്പിന് 5 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്തിട്ട് പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ, സീ യു.